നമസ്കാരം. ഗുരുവായൂരപ്പനെ തൻ്റെ ഭക്തരോടുള്ള സ്നേഹം അത്രയും വലുതാണ്. അത് പല രീതിയിലാണ് ഭഗവാൻ ഭക്തരുടെ അടുത്ത് കാണിക്കുക. അത്തരത്തിലെ നമ്മുടെ മേഘാമ്മയ്ക്ക് ഉണ്ടായ ഒരു അനുഭവമാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. മേഘാമ്മേനെ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. ഇന്നലെ ഭഗവാനെ തൊഴാനായിട്ട് വന്നിരുന്നു. അപ്പോൾ അവർ കോഴിക്കോട് നിന്നാണ് വരിക. അപ്പോൾ ഓരോ തവണ ഭഗവാനെ തൊഴാനായിട്ട് വരുമ്പോഴും ഭഗവാന്റെ കയ്യിലെ ആ അലങ്കാരത്തിൽ ഒരു താമരപ്പൂവും കൂടെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ എല്ലാ തവണയും അത് ഉണ്ടാകും. അപ്പോൾ ഇന്നലെ വരുമ്പോഴും ആ ഒരു താമരപ്പൂവ് മേഘാമ്മ പ്രതീക്ഷിച്ചു കേട്ടോ. അത് കണ്ടു കഴിഞ്ഞ ഒരു സമാധാനമാണ്. ഭഗവാൻ കൂടെയുണ്ട് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം ഉണ്ടല്ലോ, അതാണ് തോന്നുക. പക്ഷെ ഇന്നലെ ഉദയാസ്തമന പൂജയ്ക്കുള്ളത് കൊണ്ട് പന്തീരടിയൊക്കെ കുറച്ച് താമസിച്ചിട്ടായിരുന്നു. ഇവർക്ക് പന്തീരടിക്ക് ശേഷമാണ് തൊഴാനായിട്ട് സാധിച്ചത്. അപ്പോൾ അലങ്കാരമൊന്നും ഭഗവാൻ ഉണ്ടായിരിക്കില്ലല്ലോ, അതുകൊണ്ട് താമരപ്പൂവൊന്നും കാണാനായിട്ട് ഇന്നലെ സാധിച്ചില്ല. പിന്നെ ഉച്ചപൂജയ്ക്കാണെങ്കിലോ ദാമോദരനായിട്ടായിരുന്നു ഭഗവാന് ചാർത്തിണ്ടായിരുന്നത്. അപ്പോഴും താമരപ്പൂ ഇല്ലാത്തതിൻ്റെ ചെറിയൊരു വിഷമമൊക്കെ തോന്നിയിട്ടോ. പിന്നെ മേഘമ്മ പറഞ്ഞു, ചിലപ്പോൾ എനിക്ക് അഹങ്കാരം കൂടിപ്പോയാലോ എന്ന് ഭഗവാനെ തോന്നിയിട്ടാണെങ്കിലും അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിച്ചു. എന്നാലും ഉള്ളിലൊരു സങ്കടം എവിടെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഭഗവാനെ തൊഴുതിട്ട് അവർ കോഴിക്കോട്ടേക്ക് തിരിച്ചുപോയി. എന്നിട്ട് വൈകിട്ട് ഞങ്ങൾ തൊഴാനായിട്ട് പോകുകയാണ്. അപ്പോൾ ഇന്നലെ ഞങ്ങളുടെ കൂടെ ശുക്രനും കൂടെ ഉണ്ടായിരുന്നു തൊഴാനായിട്ട് കേട്ടോ. അപ്പോൾ സാധാരണ ശുക്രൻ വന്നു കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ശുക്രന് കൊടുക്കും. ചിലപ്പോൾ മയിൽപ്പീലിയോ അല്ലെങ്കിൽ കദളിപ്പഴോ മിഠായിയോ. ഇന്നലെയാണെങ്കിലോ ഒരു താമരമുട്ടാണ് കേട്ടോ ശുക്രന് കിട്ടിയത്. അപ്പോൾ അതൊക്കെ ആയിട്ട് തൊഴുതിട്ട് ഞങ്ങൾ നേരെ ഓഫീസിലേക്കാണ് വന്നത്. അപ്പോൾ വിഷ്ണുവിനാണെങ്കിൽ ഓഫീസിൽ കുറച്ച് വർക്ക് ഉണ്ട്, എനിക്ക് 1-2 കാര്യങ്ങളുണ്ടായിരുന്നു. ശുക്രൻ അവിടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അമ്മ ഗുരുവായൂരപ്പൻ്റെ നെയ്യിലെ താമരപ്പൂ വീഴുമെന്ന് പറഞ്ഞു. അപ്പം അമ്മ ഒന്ന് വേഗം വരുമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു കൊണ്ടുപോകുക, അല്ലെങ്കിൽ വിച്ചു ചീത്ത പറയുന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഗുരുവായൂരപ്പനെ വിളക്ക് തെളിയിച്ച് വെച്ച ആ നെയ്യിലുണ്ടല്ലോ അതിൽ ചെറിയൊരു താമരയുടെ ഇതിൽ വീണെടുക്കുക. അപ്പോൾ ഇതൊന്നും സാരിലുണ്ടെങ്കിൽ വിച്ചു ചീത്ത ഒന്നും പറയില്ല എന്ന് പറഞ്ഞിട്ട് ഞാനതെടുത്ത് മാറ്റി. എന്നിട്ട് ഗുരുവായൂരപ്പനെ നോക്കിയപ്പോൾ ഉണ്ടോ ഗുരുവായൂരപ്പൻ്റെ കയ്യിൽ താമരപ്പൂ ഇരിക്കണു. 2-3 താമരയുടെ ഇതൾ കൊണ്ട് ഭഗവാന്റെ പാദത്തിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ താമരയുടെ മൊട്ട് വിരിയിച്ചിട്ട് ഭഗവാന്റെ കയ്യിലും കൊടുത്തിട്ടുണ്ട്. ഞാൻ ശരിക്കും അതിശയിച്ചു പോയിട്ടോ. അത് കണ്ടപ്പോൾ മേഘാമ്മേനെ ഓർമ്മ വന്നത്. വേഗം വിഷ്ണുവിനെ വിളിച്ച് കാണിച്ചു കൊടുത്തു. മേഘാമ്മയ്ക്കും അതിൻ്റെ ഫോട്ടോ കൊടുത്തിട്ട് കാണിച്ചു കൊടുത്തു. നോക്കൂ മേഘാമ്മയുടെ ആ ഒരു സങ്കടം ഭഗവാൻ കണ്ടു. അതാണ് ശുക്രനെ കൊണ്ട് ഭഗവാൻ ആ താമരപ്പൂ കയ്യിൽ പിടിപ്പിച്ച്. കുട്ടികളൊക്കെ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്, ഭഗവാനോട് അടുത്ത് നിൽക്കുന്നവരാണെന്നാണല്ലോ പറയാം. അപ്പോൾ തൻ്റെ ഭക്തയോടുള്ള ഒരു സ്നേഹം ഈ ഒരു കുഞ്ഞിലൂടെ ഭഗവാൻ അതങ്ങോട്ട് സാധിപ്പിച്ചു കൊടുത്തു, അതങ്ങോട്ട് കാണിച്ചു കൊടുത്തു. അപ്പോൾ അത് കണ്ടപ്പോൾ നല്ല സന്തോഷമായിട്ടോ മേഘാമ്മയ്ക്ക്. അലങ്കാരത്തിൽ താമരപ്പൂ കയ്യിൽ കാണാത്തതിൻ്റെ ആ ഒരു സങ്കടം ഇന്നലെ വൈകിട്ട് ശുക്രനിലൂടെ ഭഗവാൻ അത് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. സങ്കടപ്പെടണ്ട കേട്ടോ, നിങ്ങളെല്ലാവരുടെയും മനസ്സ് ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഞാനിതാ കയ്യിലെ താമരപ്പൂ പിടിച്ചിട്ടാണ് ഇരിക്കുന്നത് പറഞ്ഞിട്ടാണ് ഭഗവാൻ ആ ഒരു അനുഭവം ഇന്നലെ മേഘാമ്മയ്ക്ക് നൽകിയത്. അങ്ങനെ നിരവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവരുണ്ട്. ഇനിയും ധാരാളമായിട്ട് ഗുരുവായൂരപ്പൻ്റെ അനുഭവങ്ങൾ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ.